മഹാഭാരത യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോർക്കളം നിറഞ്ഞു തെളിഞ്ഞു. UDF, LDF, BJP സ്ഥാനാർത്ഥികൾ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. NDAയുടെ 8 സ്ഥാനാർത്ഥികളെ കൂടി ഇനി പ്രഖ്യാപിക്കാനുണ്ട്. അതിൽ 2 ഇന്ന് പ്രഖ്യാപിച്ചു. ഇനി 6 കൂടി ബാക്കി. BDJസിന്റെ 2, BJPയുടെ 4. 3 ദിവസത്തിനുള്ളിൽ അവരും ചിത്രത്തിൽ വരുമെന്നുള്ളത് ഉറപ്പായി. ഇതോടെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും ത്രികോണ മത്സരത്തിന് സജ്ജമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗയാറാം രാഷ്ട്രീയം അരങ്ങേറുന്നതിനിടെ വിവിധ പാർട്ടികൾ പരസ്പര ധാരണ രൂപപ്പെടുത്തുന്ന തിരക്കിലാണ്. സർപ്രൈസുകളുണ്ട്, ട്വിസ്റ്റുകളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ അന്തിമ അവലോകനങ്ങളിലും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ പ്രചാരണ രംഗത്ത് കളം പിടിക്കാൻ കോൺഗ്രസും UDFും. അവസാന മണിക്കൂറുകളിലെ അപ്രതീക്ഷിത ട്വിസ്റ്റിന്റെ അമ്പരപ്പ് വിട്ട് സ്ഥാനാർത്ഥികളൊക്കെ മണ്ഡലങ്ങളിൽ ലാൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തൃശൂരിലിറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം തൃശൂർ റൗണ്ടിൽ റോഡ് ഷോയുമായി കളം പിടിക്കുകയാണ് K മുരളീധരൻ. ലീഡർ ശ്രീ കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ വർഗീയതയെ തുടച്ചു നീക്കാനുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കും. ആശങ്ക എനിക്ക് ലെവലേശമില്ല. ഞാൻ ശക്തമായിട്ടുള്ള മത്സരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ശക്തമായിട്ടുള്ള മത്സരം എനിക്ക് വളരെയധികം ആവേശം നൽകുന്നു. ഇവിടെ വിജയിക്കാൻ കഴിയുമെന്ന് 100% വിശ്വാസം. ഞാൻ തൃശ്ശൂർ എടുക്കാൻ വന്നതല്ല, തൃശ്ശൂരിൻ്റെ ദാസനായി പ്രവർത്തിക്കാൻ വന്നതാണ്. K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ മുരളീധരൻ പുഷ്പാർച്ചന നടത്തും. തൃശൂരിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി K മുരളീധരൻ കൂടിക്കാഴ്ചയും നടത്തി. ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. തൃശൂരിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിൽ. തൃശൂരിലേക്ക് ലീഡറുടെ മകൻ K മുരളീധരൻ നിയമത്തിറക്കിയതുപോലെ തൃശൂരിലേക്ക് ഇറക്കുന്നത് പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് കോൺഗ്രസ് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ BJPയിലേക്ക് പോയ സഹോദരി പത്മജ വേണുഗോപാലിനെ മറുഭാഗത്തിറക്കാൻ BJP തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ K മുരളീധരന്റെ ലാൻഡിംഗ് എങ്ങനെയുണ്ടായിരുന്നു എന്ന്? തീർച്ചയായും കെ മുരളീധരന്റെ ഒരു മാസ് എൻട്രി ആണെന്ന് തൃശ്ശൂരിൽ കാണുന്നത്. TM പ്രതാപൻ മാറിയതിന് ശേഷം K മുരളീധരൻ ഒരു അവിചാരിതമായ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാവുന്നു. അതിനുശേഷം TM പ്രതാപനും കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ K മുരളീധരൻ DCC ഓഫീസിലേക്കുള്ള റോഡ് ഷോ ഇപ്പോൾ നടക്കുന്നു. ഇതിനുശേഷം മുരളി മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന നടത്തും. കല്യാണിക്കുട്ടിയമ്മയുടെയും K കരുണാകരന്റെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. K മുരളീധരൻ അതുപോലെ തന്നെ ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലഘട്ടത്തിലും മുരളി മന്ദിരത്തിലെത്തി K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. അതുപോലെ തന്നെ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ യാത്രയാകുന്നത്. ആദ്യം DCC ഓഫീസിൽ കയറി നേതാക്കളെ എല്ലാം സംസാരിച്ചതിന് ശേഷമായിരിക്കും പുഷ്പാർച്ചന നടക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളമാകുന്നു റോഡ് ഷോ ആരംഭിച്ചിട്ട്. വലിയ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശത്തിന് നടുവിലാണ് ഇപ്പോൾ K മുരളീധരനുള്ളത്. അദ്ദേഹം നമ്മോടൊപ്പം വീണ്ടും ചേരുകയാണ്. മുരളിയേട്ടാ, മറ്റൊരു വിവാദ കാര്യങ്ങൾ ചോദിക്കല്ല. ഇന്ന് പത്മജ വേണുഗോപാല് നിരവധി ആരോപണങ്ങൾ K മുരളീധരനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ മറുപടി പറയേണ്ട കാര്യമില്ല. K കരുണാകരൻ പാർട്ടി വിട്ടു പോകാൻ കാരണം K മുരളീധരനായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് മറുപടി അർഹിക്കുന്നില്ല. കാരണം ഒരു BJPക്കാരി പറയുന്നതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. ബെഹ്റയാണ് പത്മജിയെ BJPയിൽ ചേർത്ത് എന്ന ആരോപണം മുരളിയേട്ടൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാനാണ് പത്മജ വെല്ലുവിളിച്ചത്. അത് വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. സത്യത്തിൽ പത്മജ വേണുഗോപാൽ ഒരു രാഷ്ട്രീയക്കാരി ആയിരുന്നില്ല അല്ലേ? എങ്ങനെ? പത്മജ വേണുഗോപാൽ ഒരു രാഷ്ട്രീയക്കാരി ആയിരുന്നില്ല അല്ലേ? അതിൻ്റെ കുഴപ്പമാണല്ലോ ഒക്കെ സംഭവിക്കുന്നത്. ഇവിടെ പത്മജ വേണുഗോപാലിന്റെ മാറ്റം എന്തെങ്കിലും ഇതിൽ ഭീഷണി ഉണ്ടാക്കുന്നു? എങ്ങനെ? പത്മജ വേണുഗോപാലിന്റെ BJPയിലുള്ള പോക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുന്നുണ്ടോ മുരളിയേട്ടൻ? അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് വീതം വർദ്ധിക്കും. ഒരു ആളുകൾ അത്രയേറെ പ്രകടനം ഗംഭീരമാണെന്നാണോ മുരളിയേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും അത്രയേറെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമുണ്ട്. ഈ കോൺഗ്രസ് 3 തവണ എന്തുകൊണ്ടാണ് സീറ്റ് കൊടുത്തത്? K കരുണാകരന്റെ മകളെന്ന നിലയ്ക്കാണ് തോറ്റിട്ട് വീണ്ടും സീറ്റ് കൊടുത്തത്. അതിലൊരു കുറ്റബോധപ്പുണ്ടോ? അതിലൊരു കുറ്റബോധം അതൊക്കെ അന്നത്തെ പാർട്ടി തീരുമാനം. ഏതായാലും K മുരളീധരൻ തന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായി തന്നെ തുറന്നു പറയുകയാണ്. കോൺഗ്രസ് ആണ് ആളുടെ ജീവൻ. കോൺഗ്രസ് വിട്ടൊരു കളിയില്ല. K പത്മജ, അതായത് പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ
പാരമ്പര്യത്തെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി പറയുന്നു. അവർ ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതിനർത്ഥം ഈ തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ സജീവതയിലേക്കും അദ്ദേഹം കടക്കുന്നു. വിവാദങ്ങൾ ഒഴിവാക്കി തൃശൂർ പിടിക്കുക എന്ന് തന്നെയാണ്, നിലനിർത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അതിശക്തമായ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF-നൊപ്പം BJP-യും അതിശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ അതിനോട് ഏറ്റുമുട്ടാൻ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇവിടെ ഇറക്കിയിരിക്കുന്നു. കെ മുരളീധരനെ പോലെ ഏത് മണ്ഡലത്തിലും അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ വിജയം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവസാന ഘട്ടത്തിൽ തൃശൂരിൽ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. വലിയ ആവേശത്തോടുകൂടിയാണ് പ്രവർത്തകർ. ശരി, ജെയ്സൺ ചാമവളപ്പിലാണ് കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിച്ചത്. ഈ എൻട്രി വരുമ്പോൾ കോൺഗ്രസിൽ നിന്നും എക്സിറ്റായി BJP-യിലേക്ക് എൻട്രി എടുത്ത പത്മജ വേണുഗോപാലിന് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി കേൾക്കാം. തൃശൂരുകാരെ കെ മുരളീധരൻ ചതിക്കുമെന്ന് പത്മജ വേണുഗോപാൽ. വടകരയിലെയും വട്ടിയൂർക്കാവിലെയും വോട്ടർമാരെ മുരളീധരൻ പറ്റിച്ചു. മുരളീധരന്റെ ലക്ഷ്യം വട്ടിയൂർക്കാവാണ്. തന്നെ BJP-യിൽ എത്തിച്ചത് ലോക്നാഥ് ബെഹ്റയല്ല. തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പുറത്തുവിടാനും വെല്ലുവിളിക്കുന്നു പത്മജ വേണുഗോപാൽ. പാർട്ടി പറഞ്ഞാൽ തൃശൂരിൽ പ്രചാരണത്തിന് പോകും. കോൺഗ്രസിലെ എല്ലാവരുടെയും ചരിത്രം തനിക്കറിയാം. തന്നെ ചൊറിഞ്ഞാൽ പലതും പറയുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പത്മജ വേണുഗോപാൽ. സ്വന്തം തട്ടകത്തിലെ എൻ്റെ അച്ഛൻ തന്നെ തോറ്റു, മുരളിയേട്ടൻ തോറ്റു, ഞാൻ തോറ്റു. ജയിച്ചാൽ വീണ്ടും മറ്റേ വട്ടിയൂർക്കാവ് പോകും, അങ്ങനെ ഒരു പേടിയുണ്ട്. അവരോട് പറഞ്ഞിട്ട് ഞാൻ മാറിയെന്നേനെ. പക്ഷെ ഇനിയിപ്പോൾ ഇറങ്ങാൻ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ പാർട്ടി പറഞ്ഞ എവിടെ ഇറങ്ങും. തെളിവ് പുറത്തു കൊണ്ടിട്ടാ ഞാൻ വെല്ലുവിളിക്കാം ബെഹ്റയാണെന്നുള്ളത്. കാരണം ബെഹ്റയല്ല, ഒരു 0% പോലും ബെഹ്റയല്ല. എന്നെ വല്ലാണ്ട് ചൊറിഞ്ഞാൽ ഞാൻ പറയും. കാരണം ഞാൻ പറഞ്ഞ മാതിരി ആളെ മുട്ടിയാൽ ചാരിയും കടിക്കും. പക്ഷെ എന്നെ ചൊറിയാതിരിക്കുക നല്ലത്. കാരണം എല്ലാവരുടെ ചരിത്രം നന്നായി അറിയുന്ന ആളാണ് ഞാൻ. കണ്ണൂരിൽ കെ സുധാകരന് ആവേശകരമായ സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. പടക്കം പൊട്ടിച്ചും ആഹ്ലാദ പ്രകടനം നടത്തിയുമാണ് ഇന്നലെ മുതൽ പ്രവർത്തകർ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ വരവേറ്റത്. കണ്ണൂരിലെത്തിയ കെ സുധാകരന് റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണമായിരുന്നു. തുടർന്ന് നടന്ന റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെ പ്രചാരണ വിഷയമാകുമെന്ന് കെ സുധാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അടുത്തതായി കെ സുധാകരൻ കണ്ണൂരിലെത്തിയപ്പോൾ വലിയ ആവേശമാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. കേസ് എന്താണ് ഈ ഘട്ടത്തിൽ പ്രവർത്തകരുടെ ആവേശം കാണുമ്പോൾ തോന്നുന്നത്? അവര് ആത്മാർത്ഥമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ അവർ നെഞ്ചിലേറ്റി എന്നതാണ് ഇതിന്റെ ആകത്തുക. ആത്മവിശ്വാസത്തിലാണ് അവർ ഇതിന്റെ മുൻപ് നിൽക്കുന്നത്. അവരുടെ മുദ്രാവാക്യം വിളിയും അവരുടെ ആവേശവും കണ്ടാൽ അറിയാം അവർക്ക് പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം. കേരളത്തിൽ UDF-ന്റെ ഒരു അധികാരം തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രകടനമാണ് ഈ മുദ്രാവാക്യത്തിലൂടെ ഞാൻ ഉൾക്കൊള്ളുന്നത്. ഈ സിദ്ധാർത്ഥന്റെ മരണമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ അതുമൊക്കെ ഒരു ചർച്ചാ വിഷയമാവൂലേ? സ്വാഭാവികമല്ലേ. ഇങ്ങനെ ഒരു കൊലപാതകം ഈ കേരളത്തില് ഇന്ത്യ രാജ്യത്ത് ഞാനെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് നട്ടലുണ്ടെങ്കിൽ ആ പാർട്ടി അതിൻ്റെ അകത്ത് പങ്കാളികളായ ആളുകളെ എന്നേക്കുമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നട്ടല് കാണിക്കണം. പക്ഷേ അവർക്കതാവില്ല. കാരണം അവർ തന്നെയാണ് അതിന്റെ നിയന്ത്രണം. എന്തായാലും കേരളത്തിൽ 20 സീറ്റിലും അതിശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അതിൽ തന്നെ തൃശ്ശൂരൊക്കെ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. BJP-യുടെ ഒരു മുന്നേറ്റം തൃശ്ശൂർ ഉണ്ടാകുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതൊക്കെ ബ്ലോക്ക് ചെയ്തില്ലേ? അവിടെ മുരളി വന്നതോടുകൂടി അത് ബ്ലോക്ക് ചെയ്തില്ലേ? ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയല്ലേ നമ്മൾ കാണിച്ചത്? അതല്ലേ പൊളിറ്റിക്സിന്റെ അകത്തൊരു ഇന്നലെ ഉണ്ടാക്കിയെടുത്ത തീരുമാനം. എന്തായാലും വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. നിശ്ചയമായും. എന്തായാലും കെ സുധാകരൻ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ വിജയപ്രതീക്ഷയാണുള്ളത്. എന്തായാലും കണ്ണൂരിലെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങൾ കൂടി ചർച്ചയാകും. ആ ചർച്ചകൾക്കൊടുവിൽ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിമുന്നേറ്റമുണ്ടാകുന്ന ഒരു വിജയം കാഴ്ചവെക്കുമെന്നാണ് കെ സുധാകരൻ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നമുക്ക് കാണാനും കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായതോടെ ആലപ്പുഴ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിനാണ്. KCയും സിറ്റിംഗ് MP AM ആരിഫും BJP-യുടെ ശോഭാ സുരേന്ദ്രനും മാറ്റുരയ്ക്കുന്ന ആലപ്പുഴയിലെ മത്സരം ഇക്കുറി പ്രവചനാതീതമാവുകയാണ്. KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ നാളെ മണ്ഡലത്തിലെത്തും. രാവിലെ 8:30 അരൂരിൽ നിന്ന് റോഡ് ഷോയോടെ മണ്ഡലത്തിലേക്ക് KC എത്തും. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് അവർ രജനികാന്ത് ചിത്രത്തിലെ ഈ മാസ് ഡയലോഗ് പോലെയാണ് ആലപ്പുഴ സ്ഥാനാർത്ഥിയായുള്ള KC വേണുഗോപാലിന്റെ തിരിച്ചുവരവ്. 1996 നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആലപ്പുഴയുടെ ഭാഗമായ KC
ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റിയിട്ടും ജില്ലയുമായുള്ള ഹൃദയബന്ധം സൂക്ഷിച്ചു. മണ്ഡലത്തിൽ ആഴത്തിൽ വേരുകളുള്ള KC വീണ്ടും ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ തീപാറുന്ന പോരാട്ടം ഉറപ്പ്. എതിരാളികളും ഒട്ടും നിസ്സാരരല്ല. ശബരിമല വിധിയോടുള്ള രോഷപ്രകടനത്തിലും കടപുഴകാതെ വിജയം വരിച്ച AM ആരിഫ് LDFിലും മത്സരിച്ച 9 തിരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതം ഇരട്ടിയാക്കിയ ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങും. പ്രത്യേകിച്ച് KC വേണുഗോപാൽ കൂടെ രംഗത്ത് വന്ന സ്ഥിതിക്ക് ആലപ്പുഴയിൽ വളരെ ശക്തമായ മത്സരം നടക്കും. ഈ പ്രാവശ്യം സാമുദായിക ധ്രുവീകരണത്തിന് കുറെ കൂടെ സാധ്യത ആലപ്പുഴയിലുണ്ട്. കഴിഞ്ഞ തവണ 10,000-ൽ പരം വോട്ടിനാണ് AM ആരിഫ് UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചത്. NDA 1.87 ലക്ഷം വോട്ട് പിടിച്ചിരുന്നു. BJP വോട്ട് വിഹിതം ഇനിയും ഉയർത്തിയാൽ ഇടതു വലതു മുന്നണികളെ അത് ദോഷകരമായി ബാധിക്കും. അടിസ്ഥാന വോട്ടുകൾ നിലനിർത്തുകയും ഒപ്പം അധിക വോട്ടുകൾ നേടുകയും ചെയ്യുന്ന മുന്നണിക്ക് ആലപ്പുഴയിൽ വിജയിക്കാനാകൂ. വാശിയേറിയ മത്സരമായതിനാൽ ആർക്കും ജയം അനായാസമാകില്ല. റിപ്പോർട്ടർ, ആലപ്പുഴ. ആലപ്പുഴയുടെ വികസന നായകൻ എന്ന KC വേണുഗോപാലിന്റെ അവകാശവാദം തെറ്റാണെന്ന് LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ AM ആരിഫ്. ബൈപ്പാസ്, റെയിൽപാത ഇരട്ടിപ്പിക്കൽ തുടങ്ങി മുടങ്ങിക്കിടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും LDF കാലത്താണ് പൂർത്തിയാക്കിയത്. KC വേണുഗോപാൽ വന്നതുകൊണ്ട് മത്സരം കടുപ്പമാണെന്ന് കരുതുന്നില്ല. കടുപ്പമുള്ള മത്സരം കടന്നാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും ജയിച്ചതെന്നും AM ആരിഫ് പറഞ്ഞു. മത്സരം എപ്പോഴും കടുത്ത് തന്നെയാണ്. കടുപ്പമുള്ള മത്സരങ്ങളെ അതിജീവിച്ചാണ് ഇതുവരെ വിജയിച്ചു വന്നിട്ടുള്ളത്. ബഹുമാനായ KC 3 തവണ ആലപ്പുഴ MLAയും അതുപോലെ 2 തവണ കേന്ദ്ര സഹമന്ത്രിയും 10 വർഷക്കാലം MPയുമായിരുന്നൊരു മണ്ഡലമാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. എന്താണ് ഈ വികസന നായകൻ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏറ്റവും വലിയ ആലപ്പുഴയിൽ 45 വർഷക്കാലമായി വരുന്ന തീരദേശ പാതയുടെ പാത ഇരട്ടിപ്പിക്കൽ എവിടെ എത്തി? എൻ്റെ കയ്യിലാണ് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം, 2 സഹമന്ത്രി സ്ഥാനം എൻ്റെ കയ്യിലാണ് കിട്ടുമെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണാത്ത ആലപ്പുഴ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. വെറുതെ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ചൊരു ബലൂണാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഊതിപ്പെരിപ്പിക്കൽ ഒന്നുമില്ല, ഒരു വെറുതെ സോപ്പ് കുമ്പള മാത്രമാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ കളം നിറയുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നമ്മൾ തിരികെ എത്താം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനെ പോലെയായി UDF എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇന്ത്യ ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ലീഗ് എത്ര മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് എന്നതാണ് മാധ്യമങ്ങളുടെ സംശയം. 20 മണ്ഡലങ്ങളിലുള്ളതും ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മാറ്റുകൂട്ടി 2024 ആവർത്തിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനെ പോലെ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പോർക്കളത്തിലേക്ക് സധൈര്യം ഇറങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാലം കേന്ദ്രത്തിൽ ആര് ഭരിക്കണമെന്ന് UPയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെയാണ് തീരുമാനിച്ചത്. എന്നാൽ ഇനി മുതലത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. 2 or 3 നോക്കാം. എന്നാൽ ലീഗ് 20 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ 20 സീറ്റുകളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് മത്സരിക്കുന്നത്. അവരുടെ വിജയത്തിന് വേണ്ടിയാണ് ഓരോ മുസ്ലിം ലീഗുകാരനും പ്രവർത്തിക്കുന്നത്. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി V ജോയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. V ജോയ് സമുദായം മാറ്റി പ്രചാരണം നടത്തുന്നുവെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം. അരുവിക്കരയിലും കാട്ടാക്കടയിലും ജോയ് CSI വിശ്വാസിയായി മാറുന്നു. വർക്കലയിലും ചിറയിൻ കീഴിലും ജോയ് ഈഴവനാകുന്നു. ഇതാണ് അടൂർ പ്രകാശിന്റെ വിമർശനം. ജോയ് ഈഴവനാണെന്ന് ജനങ്ങൾക്കറിയാം. താൻ സമുദായം മാറ്റി പറയില്ലെന്നും കള്ളപ്രചരണം നടത്താൻ തന്നെ കിട്ടില്ലെന്നും അടൂർ പ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ അടൂർ പ്രകാശ് MP ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുകയാണ്. ഏത് തരത്തിലാണ് പ്രതീക്ഷ? വീണ്ടും MP ആയി വരും എന്നത് തന്നെ അതിന് ഒരു സംശയമുള്ള കാര്യമാണ്. ഒരു തരത്തിലും ഒരു സംശയമില്ല. എന്നെ ആറ്റിങ്ങിലെ ജനങ്ങൾ എന്നോടൊപ്പമുണ്ട്. ഞാൻ അവരെ വിശ്വസിക്കുന്നു, അവർ എന്നെ വിശ്വസിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണമുണ്ട് എന്ന ആക്ഷേപമുണ്ട്. അത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പല നടപടികളും അവർ സ്വീകരിക്കുക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഞാൻ CSIക്കാരനാണ് എന്ന് അവരുടെ പാർട്ടി പ്രവർത്തകർ പറയുകയാണ്. അത് ഉത്തരവാദിത്വമുള്ള ആളുകളാണ് പള്ളികളിൽ കയറി പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഞാൻ പറയുന്നു, ഞാൻ പിറന്നു വീണത് ഞാൻ ഈഴവ സമുദായത്തിൽ തന്നെയാണ്. ഞാനത് മാറ്റി പറഞ്ഞ് ഞാൻ ഈഴവ സമുദായക്കാരനല്ല, ഞാൻ മറ്റൊരു സമുദായമാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് തൻ്റെ ഇടത്തോടു കൂടി എവിടെയും പറയും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ കാട്ടാക്കട ചെന്നപ്പോൾ
അതേപോലെ അരുവിക്കര ചെന്നപ്പോൾ പല ആളുകളും എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥി CSI ആണ് എന്ന് പറയുന്നത് ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത്തരത്തിലൊരു കള്ളപ്രചരണത്തിനൊന്നും എന്നെ കിട്ടണം. ചെറിയ കീഴുകാർക്കറിയാം പുള്ളി ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, വർക്കലക്കാർക്കറിയാം. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്. അവരുടെ പ്രചരണം ആറ്റിങ്ങിൽ നിന്ന് ജയിപ്പിച്ചാൽ ആറ്റിങ്ങലിനൊരു കേന്ദ്രമന്ത്രിയെ കിട്ടുമെന്നാണ്. ആ പ്രചരണത്തെ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ എവിടെയും തൃശ്ശൂരും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന് ഒരു മന്ത്രി അത് തൃശ്ശൂരിൽ നിന്ന് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ചുമ്മാതെ ഒരു ഗിമിക്കാണ്. ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ പാലക്കാട് നിന്ന്. ഞാൻ അരുൺകുമാർ, എനിക്കൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ചക്കി. ഈ ചിത്രം കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് പാലക്കാട് കോട്ട. നമുക്കൊപ്പം CK, പാലക്കാടിന്റെ CK എത്തിയിട്ടുണ്ട്. നമുക്ക് CKയോട് ചില വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. മൊത്തത്തില് നല്ല ചൂടല്ലേ പാലക്കാട്? ഭയങ്കര ചൂടാ, ഭയങ്കര ചൂട് അല്ലേ? 11 മണിക്ക് അത് ബാധിക്കുന്നുണ്ടോ? ഉച്ച കഴിയുമ്പോഴേക്കും രാവിലെ 11 മണി കഴിഞ്ഞാലുള്ള പ്രചരണം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഒരു ഘട്ടത്തിൽ ഞാൻ കാണുന്ന സമയത്ത് നമ്മൾ കൗൺസിൽ ആദ്യത്തെ കൗൺസിലറായിരുന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്നും CKയുടെ ഒരു വളർച്ച എനിക്ക് എൻ്റെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ CK മണ്ഡലത്തിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മൾ പാലക്കാട്ടെ ജനങ്ങളോട് പറയുന്നത്? പാലക്കാട് കാലാകാലങ്ങളായിട്ട് പരിഹരിക്കപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും ആദ്യം പാലക്കാടിന്റെ ചികിത്സാ സൗകര്യം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പാലക്കാട്ടുകാർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ നിരവധി തവണ പറ്റിക്കപ്പെട്ട ആളുകളാണ്. കോച്ച് ഫാക്ടറിയുടെ പേരിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ പേരിലൊക്കെ പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിന്റെ ചികിത്സാ സൗകര്യത്തിന് പരിഹാരമാവുന്ന ആ രംഗത്ത് എയിംസ് പോലെയുള്ള ഒരു സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം പാലക്കാട് കൊണ്ടുവരാനുള്ള ശ്രമം അത് പാലക്കാട്ടുകാരുടെ ആവശ്യമാണ്. നമസ്കാരം. പൊളിറ്റിക്കൽ എന്താ സാധ്യത, രാഷ്ട്രീയ സാധ്യത എന്താ പാലക്കാട്? നമ്മൾ BJP കാരനാണ്. സാധ്യത മാർക്സിസ്റ്റ് ജയിക്കുന്നു പാലക്കാട്. BJP കാരനാണ്, പക്ഷെ മാർക്സിസ്റ്റ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നോ? എന്താ അങ്ങനെ ഒരു കണക്കൂട്ടൽ? സാധ്യതയുണ്ട്. LDF സ്ഥാനാർത്ഥി കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ വളരെ സർപ്രൈസ് ചെയ്യണം. ഞാൻ ആദ്യം ഞാനൊരു BJP പ്രവർത്തകനെ കണ്ടു. അപ്പൊ രാവിലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പൊ BJP പ്രവർത്തനം സ്വാഭാവികമായിട്ടും BJPക്ക് സാധ്യത ഉണ്ടെന്ന് പറയുമല്ലോ. പക്ഷെ അപ്രതീക്ഷിതമായി എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഇടതു മുന്നണി ജയിക്കാൻ സാധ്യതയുണ്ട്. ഒരു പൊളിറ്റിക്കൽ സർപ്രൈസാണ്. വോട്ടർമാരോടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രോമിസ് എന്താണ്? ഈ നിയോജകമണ്ഡലത്തിന്റെ സൗകര്യം കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ്, കേരളത്തിലെ ഏറ്റവും മികച്ച വ്യാവസായിക മേഖലയാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ നിക്ഷേപമുള്ള സ്ഥലമാണ്. അടിസ്ഥാന സൗകര്യ സാധ്യതകൾ നന്നായിട്ടുണ്ട് ഇവിടെ. അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിനു വേണ്ടിയൊരു മുൻകൈ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടത്. പാലക്കാട് എന്താ സാധ്യത? പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. അത്ര കടുത്ത മത്സരമാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് ഫാൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഫാനല്ലോ, AC ഇല്ലെങ്കിൽ എന്ന് പറയാം. അങ്ങനെ വന്നു, മാറി അല്ലെ? പാലക്കാടിന്റെ ജീവിത രീതി മാറി. അതെ അതെ. ഹലോ, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചേ. കേട്ടിട്ടുണ്ടാവില്ലേ? മുഖം കണ്ടാൽ എങ്ങനെ കേട്ടിട്ടുണ്ടാവുന്നത്? മുഖം കണ്ടാൽ കേൾക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ താരാപദം ചേതോഹരം. പേര് സതീഷ്. സതീഷ് ചെറിയ പുള്ളിയല്ലേ? സതീഷാണ് ഒരുപക്ഷെ SPയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന സ്വരച്ചേർച്ചയുള്ള ഒരാളെന്ന് പറയുന്നത്. അസലെ പാടിയില്ലേ? നന്നായിട്ട് സൂപ്പർ പാട്ടാ. അപ്പോഴേ പൊതുവെ എങ്ങനെയാണ് നമ്മുടെ ചൂട്? എങ്ങനെ ഉണ്ട്? നല്ല ചൂടാ. ചൂട് പറഞ്ഞ സാറ് 10 മണി വരെ പണിക്ക് പോകണോ? വേല കഴിഞ്ഞ് ഒരു പറമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. പൂരമൊഴിഞ്ഞിരിക്കുന്ന ഒരു പൂരപ്പറമ്പ് എങ്ങനെ ഉണ്ടാവും? ഈ പരമാവധത്തോടു കൂടി ഈ അശ്വമേധം അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് ആലപ്പുഴ. മാവേലിക്കരയിൽ 4ാം വട്ടവും വിജയപ്രതീക്ഷയെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ഉമ്മൻചാണ്ടിയായിരുന്നു തന്റെ നാഥൻ. ആദ്യം തെരഞ്ഞെടുപ്പിനെത്തിയത് ഉമ്മൻചാണ്ടിയുടെ കൈപിടിച്ചാണ്. ഉമ്മൻചാണ്ടിയുടെ വിടവ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു.
മത്സരിച്ച 9 തെരഞ്ഞെടുപ്പുകളിലും എനിക്ക് താങ്ങായി തണലായി നിന്നതും രാഷ്ട്രീയത്തിൽ ഈ ഒരു പദവികളിൽ ഈ ഒരു സ്ഥാനങ്ങളിലൊക്കെ എത്തുന്നതിന് എന്നെ ആത്മാർത്ഥമായി സഹായിച്ചത് സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ സ്വന്തം ഒരു അനുജനെ പോലെ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. മാവേലിക്കൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 പ്രാവശ്യവും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എന്നെ വിജയിപ്പിച്ച മാവേലിക്കലെ പ്രബുദ്ധരായ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആർക്കായിരിക്കും വിജയമെന്ന ചോദ്യം പരസ്പരം ചോദിക്കുന്നുണ്ട് എല്ലാവരും. കൊല്ലം ജില്ലയിലെ കൊല്ലം മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആര് വന്നാലും ഒരു ഗുണവും തീരദേശ മേഖലയ്ക്ക് ഇല്ലെന്ന് പറയുന്നവരുമുണ്ട്. നമുക്ക് കേൾക്കാം. ദിലീപ് ദേവസ്യ അവരുമായി സംസാരിക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും വിജയിക്കുക? NK പ്രേമചന്ദ്രനോ മുകേഷോ, അല്ലെങ്കിൽ ഇതുവരെ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ആര് ജയിക്കുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തായിരിക്കും രാഷ്ട്രീയം എന്നുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കടപ്പുറത്താണ്. നമ്മൾ നിൽക്കുന്നത് ഏതാനും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ്. അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയൊരു വിനോദത്തിൽ ഏർപ്പെടുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം, ചേട്ടാ ആര് ജയിക്കും? ഞാനിവിടുത്തെ ബീച്ച് സോൺ സെക്രട്ടറിയാണ് CPIയുടെ. പക്ഷേ ഇവിടെ ജയിക്കാൻ പോകുന്നത് മുകേഷാണ്. കാര്യം 2 ട്രിപ്പ് ഇവിടെ പ്രേമചന്ദ്രൻ ജയിച്ചു. അതുപോലെ തന്നെ മുകേഷ് ഇവിടെ 2 ട്രിപ്പ് ജയിച്ച ആളാണ് കൊല്ലത്ത് നിന്ന്. ഇനി 3ാമതും ജയിക്കും എന്നുള്ള വിശ്വാസമാണ് നമ്മളിരിക്കുന്നത്. ഇല്ല, എനിക്ക് വിശ്വാസമില്ല. പ്രേമേന്ദ്രനെ ജയിക്കത്തുള്ളൂ. മുകേഷെക്കാട്ടി ഡബിൾ കഴിവുള്ളവനാണ് പ്രേമേന്ദ്രൻ. മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വേണ്ടി ഈ MLA ആണെങ്കിലും ശരി MP ആണെങ്കിലും ശരി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കമ്മോർഷൻ ചെയ്തിട്ടില്ല. അവരവർ സ്വന്തമായിട്ട് വേല ചെയ്താ തിന്നുന്നത്. ഒരു പാർട്ടിക്കാരും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. എന്തൊക്കെയാണ് ചേട്ടൻ പറയുന്നത്? ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ, രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ആര് ജയിച്ചാലും ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാര്യം ഇപ്പോൾ 4 മാസം കൊണ്ട് ഈ കടപ്പുറത്ത്, ഈ തീരദേശത്ത് എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് തീരദേശത്ത് ഒരു പണിയുമില്ലാതെ കുറച്ച് പേരിങ്ങനെ കുത്തിക്കിട്ടിരിക്കുക. അതിനുവേണ്ടി ഒരു മനുഷ്യരും വന്ന് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റേ മണ്ണെണ്ണയ്ക്ക് സബ്സിഡി അങ്ങനെ അതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? മണ്ണെണ്ണ ഇല്ല. ഇപ്പം 70 ലിറ്ററോ 75 ലിറ്ററോ മണ്ണെണ്ണയേ ഉള്ളൂ. 350 മണ്ണെണ്ണ കൊടുത്തിട്ടിരുന്ന അന്നേരം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ക്ഷാമവും ഇല്ലായിരുന്നു. ഈ മണ്ണെണ്ണ കൊണ്ട് പണിക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഇപ്പം 70 എണ്ണ കൊണ്ട് അവർക്കൊന്നും തികയുന്നില്ല. മത്സ്യത്തൊഴിലാളിക്ക് ആര് ജയിച്ചാലും സഹായം ചെയ്യണം. അത് അത്രയേ ഉള്ളൂ. എന്തെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തെങ്കിലും അവർക്ക് കഴിയണം. എന്തെങ്കിലും പ്രശ്നം വന്ന് കാണുക, വന്ന് എടുക്കുക. എന്താണ് ഈ മത്സ്യത്തൊഴിലാളി പണിക്ക് പോകാത്തത്, എന്താണ് അവരുടെ ബുദ്ധിമുട്ട്, ആരായാലും. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് യാതൊരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അതിൽ മാറ്റങ്ങൾ വരുത്തണം. മത്സ്യത്തൊഴിലാളികൾക്ക് ആര് ജയിച്ചാലും തോറ്റാലും ശരി, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും വേണമെന്നാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് JB ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ കൊല്ലം. മഹാഭാരത യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ഇലക്ഷൻ ബാറ്റിൽ നമുക്ക് ഇനി വൈകിട്ട് 7:30 വീണ്ടും കാണാം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തും. ഇനി ഇതുവരെയുള്ള ഏറ്റവും പുതിയ വാർത്തകൾ, അതോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്, അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആര്യ സുരേന്ദ്രൻ പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.